ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ നല്ല സമയത്തിൽ ഒരു ചിന്ത നിങ്ങളുമായി ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുകയാണ്. ദ്രവ്യാഗ്രഹവും ദശാംശവും എന്നൊരു ഭാഗമാണ് ഇന്ന് നാം ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നത്. ദ്രവ്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോട് സംസാരിച്ചിരുന്നു. ദ്രവ്യം തെറ്റല്ല, ദ്രവ്യാഗ്രഹമാണ് തെറ്റ്. ആ വിഷയത്തിലേക്ക് നാം കടക്കുന്നതിന് മുൻപേ ദശാംശവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായതിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുകയാണ്. ദശാംശം കൊടുക്കണമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് പഴയ നിയമ പ്രമാണമാണ്. ദശാംശം നിലനിൽക്കുന്നത് പഴയ നിയമ ന്യായപ്രമാണത്തിലാണ്. ദശാംശ നിയമം കൊടുത്തത് പഴയ ഇസ്രായേലിനാണ്. ആർക്കു വേണ്ടിയാണ്? അത് ലേവ്യരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി മാത്രം മറ്റ് വ്യക്തികൾ നൽകി കൊടുക്കേണ്ട അവരുടെ സമ്പത്തിലെ ഒരു ശതമാന കണക്കാണ് ദശാംശം എന്ന് പറയുന്നത്. അത് പുതിയ നിയമസഭയ്ക്കുള്ളതാണോ? അല്ല എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, പുതിയ നിയമവും പഴയ നിയമവും തമ്മിലുള്ള വ്യത്യാസങ്ങളെക്കുറിച്ചും നാം ജീവിക്കുന്നത് എവിടെയാണെന്നും നാം നിലനിൽക്കേണ്ടത് എവിടെയാണെന്നും നാം എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്നെല്ലാം ആ വിഷയമായി ഞാൻ പറഞ്ഞിരുന്നു. പഴയ നിയമ സംബന്ധമായിട്ടല്ല നാം നിലനിൽക്കേണ്ടത്, നാം ജീവിക്കേണ്ടത്. നമ്മൾ ക്രിസ്തുവിലാണ് ജീവിക്കുന്നത്. ക്രിസ്തു എന്ത് പറയുന്നു, എന്ത് പഠിപ്പിക്കുന്നു, എന്ത് അനുഷ്ഠിക്കാൻ കൽപ്പിച്ചു, അതാണ് നാം ചെയ്യേണ്ടത്. പുതിയ നിയമ വ്യവസ്ഥ പ്രകാരം ദശാംശത്തെക്കുറിച്ച് അവിടെ പഠിപ്പിക്കുന്നില്ല. ഓഹരിയാണ് എന്നാണ് പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. പല പഠനങ്ങളും അങ്ങനെയാണ് നിൽക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും നാം എങ്ങനെ കൊടുക്കണം, എന്ത് കൊടുക്കണം എന്നുള്ളൊരു സത്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കൊരിന്ത്യ ലേഖനത്തിൽ 2 കൊരിന്ത്യ ലേഖനം 8-ാം അധ്യായത്തിൽ 9-ാം അധ്യായത്തിലെല്ലാം വളരെ വിശുദ്ധമായിട്ട് പൗലോസ് ഇതിനെക്കുറിച്ചെല്ലാം ധർമ്മശേഖരണത്തെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ എഴുതിയിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് അത് ഒരു കാരണവശാലും നിർബന്ധത്താൽ അരുത് എന്നുള്ളതാണ്. സ്വമനസാൽ മാത്രമേ നമുക്ക് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും കൊടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. പലപ്പോഴും ദൈവദാസന്മാരുടെ സഭയുടെ നിർബന്ധപ്രകാരം ദശാംശമായി ഓഹരിയായി നമ്മുടെ സാമ്പത്തിക നന്മകളെ കൊടുക്കാൻ നാം ബാധ്യസ്ഥരാകുമ്പോൾ മനസ്സോടെയല്ലാതെ നിർബന്ധത്താൽ ഞാൻ കൊടുക്കണമല്ലോ എന്ന ചിന്തയോടെ കൊടുക്കുമ്പോൾ അതിൽ ദൈവപ്രസാദമില്ല എന്നൊരു സത്യം നാം ആദ്യമേ തിരിച്ചറിയണം. ഇത് ഞാൻ സംസാരിക്കുന്നത് ദൈവദാസന്മാരോടും ശുശ്രൂഷകരോടും അതുപോലെ തന്നെ സഭയിലെ വിശ്വാസികളോടുമാണ്. ഒരിക്കലും വിശ്വാസികളെ നിർബന്ധിച്ച് ധനശേഖരണം നടത്താൻ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നില്ല. അത് തെറ്റാണ്. നിർബന്ധത്താൽ കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അനുഗ്രഹത്തിന് പകരം ശാപമായി മാറും എന്ന് വിശ്വാസികൾ നിങ്ങൾ തിരിച്ചറിയണം. നിർബന്ധത്താൽ കൊടുക്കുന്നത് സ്വയം മനസ്സോടെ അല്ലെങ്കിൽ അതുകൊണ്ട് എന്ത് കൊടുക്കുന്നു എന്നുള്ളതല്ല, എന്തിനു വേണ്ടി കൊടുക്കുന്നു, ആർക്ക് കൊടുക്കുന്നു എന്നുള്ളൊരു ബോധ്യമാണ് നമ്മുടെ അകത്ത് വരേണ്ടത്. പുതിയ നിയമത്തിൽ ദശാംശം കൊടുക്കുക എന്നത് സാമ്പത്തിക നന്മകൾ ദൈവത്തിന് വേണ്ടി കൊടുക്കുക എന്നുള്ളത് ഒരു കൽപ്പനയല്ല. അത് നമ്മുടെ മനസാക്ഷിക്ക് ഉചിതമെന്ന രീതിയിൽ, സന്തോഷം നമുക്ക് നൽകുന്ന രീതിയിൽ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അകത്തെ സത്യം എന്ന് പറയുന്നത്. അതിപ്രധാനമായ 3 കാര്യങ്ങൾ പുതിയ നിയമ അടിസ്ഥാനത്തിൽ നിന്ന് നിങ്ങൾ സാമ്പത്തിക നന്മകൾ സഭയ്ക്കോ ശുശ്രൂഷകൾക്കോ കൈമാറുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്: 1, ഇത് നിങ്ങൾ സ്വയം മനസ്സാൽ കൊടുക്കണം. 2, ഇത് സന്തോഷത്തോടെ മാത്രമേ കൊടുക്കാവൂ. 3, നിങ്ങൾ പ്രതിഫല ഇച്ഛയോടെ ഒരിക്കലും നന്മകൾ ദൈവത്തിന് മുൻപാകെ സമർപ്പിക്കരുത്. പല സഭകളിലും ദേവദാസന്മാരുടെ പഠനങ്ങളിലും പറയുന്നത് നിങ്ങൾ 10 കൊടുക്ക് 100 മടക്കി തരാൻ ദൈവത്തിന് കഴിയുമെന്നാണ്. നിങ്ങൾക്കറിയാമോ, നമ്മൾ പ്രതിഫല ഇച്ഛയോടുകൂടെ അല്ല ദൈവത്തിന് മുൻപിൽ എന്തും സമർപ്പിക്കേണ്ടത്. ഞാൻ 10 കൊടുത്താലും 100 കൊടുത്താലും 1000 കൊടുത്താലും എനിക്ക് തിരിച്ച് മടക്കി തരാൻ സർവശക്തനായ ദൈവം ആണെന്നൊരു അറിവോടുകൂടെ അല്ല ഞാൻ കൊടുക്കുന്നത്. അവൻ എനിക്ക് 10 തന്നാലും ആ 10ഉം എന്റെയല്ല, ദൈവത്തിൻ്റെതാണ്. അവൻ എനിക്ക് 1000 തന്നാലും ആ 1000ഉം എന്റേതല്ല, ദൈവത്തിൻ്റെതാണ് ഒരു ബോധ്യത്തോടു കൂടെ ഞാൻ മുൻപോട്ട് പോകുമ്പോഴാണ് പൂർണ്ണ മനസ്സോടെ അത് സമർപ്പിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയുന്നത്. അതിനാൽ സ്വയം മനസ്സോടെ, സന്തോഷത്തോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പ്രതിഫല വാഞ്ച ഇച്ഛിക്കാതെ ദൈവത്തിനു വേണ്ടി നമ്മുടെ നന്മകളെ സമർപ്പിക്കാൻ നമുക്ക് കഴിയട്ടെ. ഇത് നിർബന്ധത്താൽ അരുത് എന്ന് വളരെ ശക്തമായി സ്പഷ്ടമായി തിരുവചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യം: നിങ്ങളുടെ ശുശ്രൂഷകൻ, നിങ്ങളുടെ ദൈവദാസൻ ഒരു കാരണവശാലും സാമ്പത്തിക മണ്ഡലത്തിൽ ഞെരുങ്ങുവാൻ നിങ്ങൾ ഇടയാക്കരുത്. അതിന് സഹായിക്കേണ്ടത്, കരുതേണ്ടത്, കൈത്താങ്ങൽ കൊടുക്കേണ്ടത് വിശ്വാസികളായ നിങ്ങളുടെ കടമയാണ് എന്ന സത്യം നിങ്ങൾ മറന്നു പോകരുത്. നിങ്ങളുടെ ദശാംശങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ വഴിപാടുകൾ, സാമ്പത്തിക നന്മകൾ, ഞാൻ ഈ ദശാംശം എന്ന വാക്ക് ഉപയോഗിക്കുന്ന നമ്മൾക്ക് സുപരിചിതമായ ഒരു വാക്കായതുകൊണ്ടാണ് നിങ്ങളുടെ ഓഫറിങ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫൈനാൻഷ്യൽ സപ്പോർട്ടുകൾ എന്നാണ് അതിൽ നിന്നും അർത്ഥമാക്കേണ്ടത്. ആ ദശാംശം എന്ന വാക്ക് 10ൽ 1 എന്നാണ് നിങ്ങൾ സമർപ്പിക്കേണ്ടത്. അങ്ങനെയല്ല, ഞാൻ ആ വാക്ക് ഇടയ്ക്ക് ഉദ്ധരിക്കുന്നുവെങ്കിലും അത് നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഓഫറിംഗ് എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കാൻ കാരണമായി തീരട്ടെ. അപ്പോൾ ഈ ഫൈനാൻഷ്യൽ ഓഫറിംഗ് നിങ്ങൾ സമർപ്പിക്കുന്നത് ചർച്ചകളിൽ മാത്രമാണോ?
ദൈവദാസന്മാർക്ക് വേണ്ടി മാത്രമാണോ? അല്ല എന്നുള്ളതാണ് സത്യം. തിരുവചനം നിങ്ങൾ പഠിച്ചു നോക്കുക. പല രീതിയിൽ ഇതിനെ നമുക്ക് തരം തിരിച്ച് നിങ്ങൾക്ക് സെർവ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് സത്യം. ദൈവദാസന്മാർക്ക് കൊടുക്കണം, നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലം സഭയ്ക്ക് കൊടുക്കണം. എന്നാൽ അതിലുപരി നിങ്ങൾ ദാരിദ്ര്യത്തിൽ കിടക്കുന്ന നിങ്ങളുടെ സഹവിശ്വാസികൾ, നിങ്ങളുടെ അയൽവക്കത്തിൽ ഭാരത്തിൽ കിടക്കുന്നവർ, സാമ്പത്തികമായി ഞെരുങ്ങുന്നവർ, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന എത്രയോ ആളുകൾ നിങ്ങളുടെ ഇടയിലുണ്ട്. അവരെ ഒരു കൈത്താങ്ങൽ കൊടുത്ത് സ്നേഹിപ്പാനും സഹായിപ്പാനും നിങ്ങൾക്ക് കഴിയണം. മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ യേശു പരീശന്മാരെ നോക്കി പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ സകലത്തിലും പദാരം കൊടുക്കുന്നുണ്ട്, എന്നാൽ ദയ, കരുണ, സ്നേഹം ഇവയെല്ലാം നിങ്ങൾ തിരിച്ചു കളയുകയാണ്. സത്യത്തിൽ നാം പദാരം കൊടുക്കേണ്ടത്, നാം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കേണ്ടത് നമ്മുടെ ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ്ങിനേക്കാൾ കൂടുതൽ നമ്മുടെ സ്വഭാവത്തിലൂടെ പുറത്തു വരുന്ന സ്നേഹവും സന്തോഷവും സമാധാനവും ദയയും ദീർഘക്ഷമയും ഒക്കെയാണ്. നമുക്ക് അതിനൊന്നും കഴിയുന്നില്ല എന്നുള്ളതാണ് സത്യം. സാമ്പത്തിക കാര്യത്തിൽ നമ്മുടെ കയ്യിൽ സമ്പത്തുണ്ടെങ്കിൽ അത് കൊടുക്കുന്നത് തെറ്റല്ല, നമുക്കത് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാൻ കഴിയും. എന്നാൽ അതിലുപരി ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾക്ക് മറ്റുള്ളവരെ കരുതാൻ നമ്മുടെ സ്നേഹമൊന്ന് കാണിപ്പാൻ, മറ്റുള്ളവരോട് കരുണ കാണിപ്പാൻ, മറ്റുള്ളവരെ ഒന്ന് നമുക്ക് ചേർത്ത് പിടിക്കാൻ കഴിയണം. അവിടെയാണ് സത്യത്തിൽ ദൈവസ്നേഹം നമ്മളിൽ നിറയുന്നത്, ദൈവിക സ്വഭാവം നമ്മളിൽ നിന്ന് പുറത്തു വരുന്നത്. നമ്മുടെ സാമ്പത്തിക നന്മകൾ ദൈവത്തിന് വേണോ? വേണ്ട. നമുക്ക് സമ്പത്ത് തരുന്നത് തന്നെ ദൈവം തന്നെയാണ്. നമ്മുടെ സമ്പത്തല്ല ദൈവത്തിന് വേണ്ടത്, നമ്മുടെ ദ്രവ്യമല്ല ദൈവത്തിന് വേണ്ടത്. ദൈവത്തിന് വേണ്ടത് നമ്മളെയാണ്. ആ ഒരു തിരിച്ചറിവാണ് നിങ്ങൾക്ക് ലഭിക്കേണ്ടത്. ദൈവത്തിന് നിങ്ങളെ ആവശ്യമെങ്കിൽ യഥാർത്ഥ ടൈറ്റ് എന്ന് പറയുന്നത്, യഥാർത്ഥ ഓഫറിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ സാമ്പത്തികമായി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കപ്പുറത്ത് നിങ്ങളുടെ സ്വയം മനസ്സാൽ, നിങ്ങളുടെ സ്വഭാവത്തിൽ നിന്ന് നിങ്ങളിൽ പുറത്തു വരുന്ന സ്നേഹമായിരിക്കണം, നിങ്ങളുടെ സന്തോഷമായിരിക്കണം, മറ്റുള്ളവരെ കരുതുന്നതായിരിക്കണം, മറ്റുള്ളവരോട് കരുണയും ആർദ്രതയും കാണിക്കുന്ന ഒരു മനസ്സ് നിങ്ങളിൽ നിന്ന് പുറത്തു വരുന്നതാണ് യഥാർത്ഥ ദൈവിക അനുഭവങ്ങൾ എന്ന് പറയുന്നത്. അതിനുവേണ്ടി നിങ്ങൾക്ക് ഒരുങ്ങാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങൾ സമ്പത്ത് കൊണ്ട് ദൈവദാസന്മാർക്ക് ദശാംശം കൊടുക്കുമ്പോൾ, ദൈവസഭയ്ക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു വലിയ സത്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ദൈവദാസന്മാർ ഒരുപക്ഷെ സമ്പന്നരാണെങ്കിൽ, ദൈവകൃപയാൽ അവർക്ക് മുൻപോട്ട് പോകാൻ ബുദ്ധിമുട്ടുകളും സാമ്പത്തിക ഞെരുക്കങ്ങളും ഇല്ലെങ്കിൽ, താഴേക്കിടെ കിടക്കുന്ന സഹവിശ്വാസികളിലേക്ക് കൂടെ നിങ്ങളുടെ കണ്ണുകൾ ഉടക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ കിടക്കുന്ന, നിങ്ങളുമായി ചുറ്റിപ്പറ്റി കിടക്കുന്ന, ദാരിദ്ര്യത്തിൽ കിടക്കുന്ന, ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നവരിലേക്ക് കൂടെ നിങ്ങളുടെ കണ്ണുകൾ എത്തപ്പെടുമെങ്കിൽ അവിടെയാണ് നിങ്ങൾ യഥാർത്ഥ ദൈവഭക്തന്മാരായി മാറുന്നത്. തിരുവചനം പഠിപ്പിക്കുമ്പോൾ യഥാർത്ഥ ഭക്തി എന്ന് പറയുന്നത് പോലും അനാഥരെയും വിധവമാരെയും അവരുടെ ഇല്ലായ്മകളിൽ ചെന്ന് സ്നേഹിക്കുന്നതും സഹകരിക്കുന്നതുമാണ്. സഭയിൽ വരുന്നുണ്ട്, കൂടുന്നുണ്ട്, പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഇതിനെല്ലാം അപ്പുറത്ത് നമ്മുടെ കണ്ണുകൾ ഒന്ന് പുറത്തേക്ക് കൂടി ഒന്ന് ചിന്തിപ്പാൻ പോകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമ്മുടെ ചിന്താഗതികൾ പലപ്പോഴും സാമ്പത്തിക മണ്ഡലത്തിൽ മാത്രമല്ല, നമ്മുടെ എല്ലാ പ്രവർത്തന മേഖലകളിലും നമ്മുടെ ആത്മീയത എന്ന് പറയുന്നത് സഭയ്ക്കകത്ത് മാത്രം കെട്ടപ്പെട്ട് കിടക്കുന്ന ഒരു അനുഭവമാണ്. പുറത്തേക്ക് കൂടെ നമ്മുടെ ജീവിത നിലവാരങ്ങൾ, നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ ജീവിത രീതികളിൽ നിന്ന് മാറ്റാൻ നാം തീരുമാനമെടുക്കുമെങ്കിൽ, നാം തയ്യാറാകുമെങ്കിൽ നമ്മുടെ ഉൾക്കണ്ണുകൾ സ്വതവേ തുറക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എൻ്റെ സമ്പത്ത് ഞാൻ സമർപ്പിക്കേണ്ടത് ശുശ്രൂഷകന് വേണ്ടി മാത്രമല്ല, എൻ്റെ ചർച്ചിൽ മാത്രമല്ല, നിങ്ങൾക്ക് മിഷനറി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കാം. നിങ്ങൾക്ക് ദാരിദ്ര്യത്തിൽ കിടക്കുന്നവരെ സഹായിപ്പാനായി നിങ്ങളുടെ സമ്പത്ത് ഉപകരിക്കാം. ഇങ്ങനെ പലവിധ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്കത് ഉപകരിക്കാൻ കഴിയും. പലപ്പോഴും ദൈവദാസന്മാർ നിർബന്ധത്താൽ എനിക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി നിങ്ങൾ ചെയ്യണമെന്ന് കൽപ്പനയായി, നിർബന്ധിത നിയമങ്ങളായി പറയുമ്പോഴും അവർ അറിയാതെ പറയുന്ന ആ അനുഭവങ്ങളിൽ ദൈവത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിക്കേണ്ട പരിജ്ഞാനം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ലഭിക്കുന്ന സാമ്പത്തിക നന്മയിൽ നിന്നും ഒരു പങ്ക് ദൈവദാസനും, ഒരു പങ്ക് സഭയ്ക്കും, ഒരു പങ്ക് പാവങ്ങളായി കിടക്കുന്ന ദരിദ്രർക്കും, ഒരു പങ്ക് മിഷനറി പ്രവർത്തനങ്ങൾക്കും, ഇങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് ഉപകരിക്കാൻ പറ്റുമെന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. ഇനി അതിപ്രധാനമായ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ലഭിച്ച സാമ്പത്തിക നന്മയിൽ നിന്ന് ദശാംശമായോ ഓഹരിയായോ ഓഫറിംഗ് ആയോ നിങ്ങൾ കൊടുക്കുമ്പോൾ അത് എത്തേണ്ട കരങ്ങളിൽ തന്നെ എത്തുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയണം. ഞാൻ പറയുന്നത്, നിങ്ങൾ കൊടുക്കുന്നത്, സമർപ്പിക്കുന്നത് സമ്പന്നനായ ഒരു ദേവദാസന്റെ കരങ്ങളിലാണെങ്കിൽ അതുകൊണ്ട് അവർക്ക് പ്രയോജനം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ അതുകൊണ്ട് ഒരു പാവപ്പെട്ടവനെ സഹായിച്ചാൽ എത്രമാത്രം അനുഗ്രഹങ്ങൾ, എത്രമാത്രം നന്മകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയും. ദശാംശം എന്ന് പറയുന്നത് ദ്രവ്യാഗ്രഹത്തിന് കാരണമായി തീരരുത് എന്നാണ് ഞാൻ പറയുന്നത്. അത് ദൈവദാസന്മാരാണെങ്കിലും ശുശ്രൂഷകരാണെങ്കിലും സഭയിലെ വിശ്വാസികളാണെങ്കിലും നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറട്ടെ. പല ഭാഗത്തു നിന്നും സഭയ്ക്ക് വേണ്ടി, വിശ്വാസികൾക്ക് വേണ്ടി നിർബന്ധത്താൽ, പ്രേരണയാൽ സഭയിലേക്ക് ഫണ്ടുകൾ പിരിക്കുകയും ദൈവദാസന്മാർക്ക് വേണ്ടി, ആവശ്യങ്ങൾക്ക് വേണ്ടി നിർബന്ധിത പിരിവുകളായി പലതും മാറുമ്പോൾ നമ്മൾക്കൊരു
തിരിച്ചറിവും കാഴ്ചപ്പാടും മാറട്ടെ. ദൈവദാസന്മാരോട് ഞാൻ പറയുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആവശ്യം നമുക്ക് വേണ്ടി വരുന്നത്? ദൈവത്തോടുള്ള മനോഭാവത്തിൽ, ആറ്റിറ്റ്യൂഡിൽ, ദൈവത്തോടുള്ള സമീപനത്തിൽ അടുത്തു വരാൻ നമുക്ക് കഴിയുമെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റാൻ കഴിയുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന വിശ്വാസവും ഉറപ്പും നമുക്ക് ലഭിക്കും. ഒരു വ്യക്തിയുടെ മുന്നിൽ കൈനീട്ടേണ്ട ആവശ്യകത നമുക്ക് വരികയില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ പറയുന്നത്, നിങ്ങൾ സഭയിൽ ഇത് പഠിപ്പിക്കേണ്ടെന്നല്ല, അതിനപ്പുറത്ത് നിർബന്ധമായ ചില പിരിവുകളും നിർബന്ധമായ നിബന്ധനകളും കൽപ്പനകളും മാറ്റിവെച്ചിട്ട് ദൈവസന്നിധിയിൽ ശുശ്രൂഷകരാകുന്ന നമുക്ക് ഇരിക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് സ്വർഗീയ ഭണ്ഡാരത്തെ തുറന്ന് നന്മകളെ വർദ്ധിപ്പിച്ചു തരാൻ ദൈവത്തിന് കഴിയുമെന്ന് മറന്നു പോകരുത്. നാം ശുശ്രൂഷിക്കുന്നത് വിശ്വാസികൾക്ക് വേണ്ടിയല്ല, സഭയ്ക്ക് വേണ്ടിയല്ല, ദൈവത്തിന് വേണ്ടിയാണ് എന്നുള്ള തിരിച്ചറിവാണ് നമ്മുടെ ജീവിതത്തെ മാറ്റങ്ങൾ സംഭവിക്കാൻ കാരണമാക്കി തീർക്കുന്നത്. അതുകൊണ്ട് ദ്രവ്യാഗ്രഹത്തിനപ്പുറത്ത്, ദശാംശത്തെക്കുറിച്ച് നിർബന്ധിത കൽപ്പനകൾക്കപ്പുറത്ത് നാം നമ്മെ തന്നെ വിട്ടുകെടുത്തുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന് ഉടമകളായി മാറാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.